നമസ്കാരം. ഞാനിന്ന് ഇവിടെ വായിക്കുവാൻ പോകുന്ന കഥയുടെ പേര് പാച്ചു. സ്വന്തമായി തന്നെ എഴുതിയ കഥയാണ്. ഡാ പൊട്ടൻ ചെക്കൻ പാച്ചു, നീ ഇത്രയും വലുതായോടാ. ചിത്രത്തിലേക്ക് നോക്കി വിതുമ്പിക്കൊണ്ടവൾ ആത്മകഥം പറഞ്ഞു. പിന്നെ പെട്ടെന്നെന്തോ അബദ്ധത്തിൽ ഓർത്തെടുത്ത മട്ടിൽ മിഴിച്ചു നിന്നു. പൊട്ടൻ പാച്ചുവിനെ പൊട്ടനെന്ന് ചേർത്ത് വിളിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല. അവൻ അത് കേൾക്കാനും പോകുന്നില്ല. മുന്നിൽ വന്നു നിന്ന് അവനെ പൊട്ടാന്ന് വിളിക്കുന്നവരുടെ വായനങ്ങുന്നു നോക്കി അവൻ അത് മനസ്സിലാക്കും. പിന്നെ തോളിൽ ഞാട്ടിയിട്ട ചാക്കുകൊണ്ട് കൂട്ടത്തിലുള്ളവരെ അവൻ അടിച്ചോടിക്കും. അടി കൊടുത്ത് ചാക്കിൽ കിടന്ന കുപ്പിയും പാട്ടയും ഒന്നുകൂടി ഞെളങ്ങിപ്പോയി കാണും. എന്നാലും പൊട്ടനെ പൊട്ടാന്ന് വിളിച്ച് കളിയാക്കാൻ ഇഷ്ടം പോലെ ആളുകൾ നഗരത്തിൽ കാണും. പൊട്ടനെന്ന് ചേർക്കാതെ പാച്ചുന്ന് വിളിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ പാച്ചു കണ്ടിട്ടുള്ളൂ. അത് ഈ താമരക്കുട്ടിയാണ്. പക്ഷേ ഞാൻ പൊട്ടാന്ന് വിളിച്ചാൽ വായ തുറന്ന് എല്ലാ പല്ലും വെളിയിൽ കാട്ടി ചിരിക്കേയുള്ളൂ പാവം. വീടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന താമരയെ തട്ടിക്കൊണ്ടു വരുമ്പോൾ അവൾക്ക് ആ പേരെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പല സംഘങ്ങളും പല വഴിക്ക് തിരിയും. കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് പിച്ചയെടുപ്പിക്കും, ഉപദ്രവിക്കും, കൈയൊടിക്കും, കാല് ഇഞ്ചി ചതയ്ക്കും പോലെ ചതയ്ക്കും. എന്നിട്ട് ആക്രി സാധനങ്ങൾ പെറുക്കാൻ അയക്കും. ഇടയ്ക്കിടെ കൂട്ടത്തിൽ നിന്നും ഓരോരുത്തരും കൊഴിഞ്ഞു പോകാറുണ്ട്. മാസങ്ങൾ കൂടുമ്പോൾ ആ വാഹനം ഞങ്ങൾക്കിടയിലേക്ക് വരും. കൂട്ടത്തിൽ ഭേദമുള്ളയാളെ തിരഞ്ഞെടുത്തു കൊണ്ടുപോകും. കൂട്ടുകാരിൽ മൂത്തവനായ അപ്പുണ്ണി പറഞ്ഞത് വയറുകീറി കരളും കിഡ്നിയും പറിക്കാൻ വേണ്ടിയാണെന്നാണ്. പൈസയ്ക്ക് വേണ്ടിയാണ് പോലും അവരതൊക്കെ ചെയ്യുന്നത്. അന്ന് പൊട്ടൻ എന്നോട് പറഞ്ഞു, അവൻ്റെ ഭാഷയിൽ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാ താമരക്കുട്ടിയെന്ന്. എന്നിട്ട് ഒരു ദിവസം രാത്രി ഷെഡിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുമ്പോൾ കാവലിന് നിന്ന കാട്ടാള സ്ത്രീയുടെ രൂപമുള്ളൊരു മങ്കമ്മ ഞങ്ങളെ പിടിച്ചുകൊണ്ടുപോയി പിന്നെയും പൂട്ടിയിട്ട്. മുറുക്കാൻ കരയുള്ള പല്ലിളിച്ച് കണ്ണുപരുത്തി എഴുതിയ നരച്ച മുടിയുള്ള ആ സ്ത്രീ ഞങ്ങളെ പേടിപ്പിച്ചു. പിറ്റേന്ന് തെണ്ടി നല്ല കാശുണ്ടാക്കി മങ്കമ്മയ്ക്കും കൂട്ടാളി തങ്കച്ചനും കൊടുക്കണം. അവർക്ക് മേലെയും കുറേ ആളുകളുണ്ട്. അവർക്ക് നല്ല കമ്മീഷനും കിട്ടും. താമര വരച്ചുകൊണ്ടിരുന്ന കണ്ണനോട് പാച്ചുവിനെയും തൻ്റെയും വർഷങ്ങൾക്ക് മുൻപുള്ള ജീവിതം പറയുകയായിരുന്നു. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ വിങ്ങല. താമര ഭാഗ്യം ചെയ്ത കുട്ടിയാന്ന് കാണുന്നവരെല്ലാം പറയും. അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോരാൻ പറ്റുമായിരുന്നോ ആ ഭീകര സംഘത്തിൻ്റെ വലയിൽ നിന്ന്? ഇപ്പോഴും എത്ര കുട്ടികളാ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ മിക്സിംഗ് കേസായിട്ട് കിടക്കുന്നത്. ഇപ്പോഴും ആ അവസ്ഥ തുടരുന്നു. മിസ്സായിക്കൊണ്ടിരിക്കുന്ന ബാല്യങ്ങൾ. പാച്ചുവിനെ മാത്രം അവർ തട്ടിക്കൊണ്ടു വന്നതല്ല. അവൻ്റെ അമ്മ അവനെ കൂട്ടത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചു പോയതാണ്. എന്തിൻ്റെ പേരിലാണ് അറിയില്ല. പിഴച്ചു പെറ്റിട്ടോ അതോ പോറ്റാൻ പട്ടിണി മുത്തപ്പോൾ പറ്റാഞ്ഞിട്ടോ ഇനി പെറ്റിട്ടപ്പോൾ നാവില്ലെന്ന കുറവ് കൊണ്ട് വേണ്ടെന്ന് വെച്ചതോ ഒന്നും ആർക്കും അറിയില്ല. കണ്ണനെല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലെ ബ്രഷ് ചായത്തിൽ വീണ്ടും ഇളക്കി സൂക്ഷ്മതയോടെ ചരിഞ്ഞു നോക്കി. ഒരു ചെറിയ ഫിനിഷിംഗ് കൂടി അവൻ മനസ്സിൽ മന്ത്രിച്ചു. താമര ക്ഷമയോടെ നോക്കിയിരുന്നു. എല്ലാം കഴിഞ്ഞ് കണ്ണൻ ചിത്രം താമരയ്ക്കായി തുറന്നു കൊടുത്തു. അപ്പോൾ എൻ്റെ പാച്ചു ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാകുമല്ലേ കണ്ണാ? നോക്കട്ടെ നിൻ്റെ കലാവിരുത്. പാച്ചു എന്നും എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട് കേട്ടോ. ഒരു തരി വ്യത്യാസം വന്നാൽ ഞാൻ നിനക്ക് തരാൻ വെച്ചിട്ടുള്ള സമ്മാനം തരില്ല കണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ പാച്ചുവിലെ പ്രായം 35 പകർത്തിയ ക്യാൻവാസിലേക്ക് നോക്കി. അതിന് സമ്മാനത്തിന് വേണ്ടിയല്ല ഞാനിത് വരയ്ക്കുന്നത്. കൊല്ലങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ട നിന്റെ പാച്ചു ഇപ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നിന്നെ കാണിച്ചു തരുവാൻ വേണ്ടി മാത്രമാണ് ചങ്ങാതി. നിന്റെ ആ സന്തോഷം കാണാൻ വേണ്ടി, കണ്ണൻ അവളോട് പറഞ്ഞു. പാച്ചുവിനെക്കുറിച്ച് പറയുമ്പോൾ താമരയുടെ വിചാരവും പ്രവൃത്തിയും എല്ലാം വളരെ ബാലിശമാകും. പിന്നെ പിന്നെ അവൾ കൂടുതൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആരംഭിക്കും. പാച്ചു ചത്തുപോയി താമരെ. അപ്പുണ്ണി പറയാറുള്ള പോലെ വയറ് പൊളിഞ്ഞു കുടൽ പറഞ്ഞ് കരളെടുത്ത് അവളോട് അവളുടെ മനസ്സ് വെട്ടി തുറന്ന് പറയും. നേരാ, ഇതുപോലൊക്കെ തന്നെയുണ്ട് കണ്ണ. പക്ഷെ സ്വപ്നത്തിൽ വരാറുള്ള പാച്ചുവിന് കരളില്ല. വയറു കീറിപ്പൊളിച്ച് ചോര ഒലിപ്പിച്ച് വരാറുള്ള പാച്ചുവിന് ഞാനൊരു തുണി എടുത്തു കൊടുക്കും. ആ മുറിവ് തുണി കെട്ടിയാലൊന്നും ഒടുങ്ങില്ല പെണ്ണെ എന്നും പറഞ്ഞ് 35 വയസ്സിൻ്റെ മനസ്സും 10 വയസ്സിൻ്റെ ശരീരവുമായി പാച്ചു കുലുങ്ങിച്ചിരിക്കും. ആ ചിരിയിൽ പാച്ചുവിൻ്റെ കുടവയറ് കുലുങ്ങില്ല. കുടവയറ് കീറിപ്പൊളിച്ചപ്പോൾ തളർന്നു പോയില്ലേ.
പ്രായം 35 കഴിഞ്ഞിട്ടും ബാല്യത്തിൻ്റെ പടി കടന്നുപോയി വിതുമ്പിക്കൊണ്ട് താമര കണ്ണനോട് പറഞ്ഞു. ശരിക്കും എൻ്റെ പാച്ചു പോയില്ലേ? തുടരും. കഥയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നന്ദി.